ഓസ്ട്രേലിയയിൽ പ്രോപ്പർട്ടി മാർക്കറ്റിനെ ബാധിക്കാൻ സാധ്യതയുള്ള വലിയൊരു ടാക്സ് ചേഞ്ച് ഇപ്പോൾ ബഡ്ജറ്റിൽ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പലരും ചോദിക്കുന്ന പ്രധാന ചോദ്യങ്ങൾ ഇതാണ്: ഹൗസ് പ്രൈസ് കുറയുമോ? റെൻറ്റ് കൂടുമോ? ഇൻവെസ്റ്റേഴ്സിന് ഇത് ബാഡ് ന്യൂസ് ആണോ? അതോ ഫസ്റ്റ് ഹോം ബയേഴ്സിന് ഇത് ഗുഡ് ന്യൂസ് ആണോ? നിങ്ങൾ ഓസ്ട്രേലിയയിൽ പ്രോപ്പർട്ടി ഇൻവെസ്റ്റർ ആണെങ്കിൽ, അല്ലെങ്കിൽ ഫസ്റ്റ് ഹോം വാങ്ങാൻ പ്ലാൻ ചെയ്യുന്ന ആളാണെങ്കിൽ, അല്ലെങ്കിൽ അടുത്ത കുറച്ച് മാസങ്ങളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി വാങ്ങാൻ ആലോചിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ അവസാനം വരെ ശ്രദ്ധിച്ച് കാണണം. കാരണം ഹെഡ്ലൈൻസിൽ കാണുന്നത് പോലെ സിമ്പിളല്ല ഈ ഇമ്പാക്റ്റ്. ചിലർ പറയുന്നു ഫസ്റ്റ് ഹോം ബയേഴ്സിന് ഇത് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ചില ഇൻവെസ്റ്റേഴ്സ് പറയുന്നത് മാർക്കറ്റ് സ്ലോ ആകുമെന്നാണ്. ചിലർ റെൻറ്റ് കൂടുമെന്ന് പറയുന്നു. സത്യത്തിൽ ഇവയിൽ ഓരോന്നും മാർക്കറ്റിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഇന്ന് ഞാൻ വളരെ സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. എന്താണ് നെഗറ്റീവ് ഗിയറിംഗ്? ബഡ്ജറ്റിൽ എന്ത് ചേഞ്ചാണ് വന്നത്? ഇൻവെസ്റ്റേഴ്സിനെ ഇത് എങ്ങനെ ബാധിക്കും? ഫസ്റ്റ് ഹോം ബയേഴ്സിന് എന്ത് ഓപ്പർച്യൂണിറ്റിയാണ് ഉണ്ടാവുക? റെൻറ്റിനും ഹൗസ് പ്രൈസിനും വരും മാസങ്ങളിൽ എന്താണ് സംഭവിക്കുക? ആദ്യം ഒരു ക്വിക്ക് ഡിസ്ക്ലെയിമർ. ഈ വീഡിയോ ജസ്റ്റ് എ ജനറൽ ഇൻഫർമേഷനാണ്. ഇതൊരു ഫിനാൻഷ്യൽ അഡ്വൈസോ ടാക്സ് അഡ്വൈസോ അല്ലെങ്കിൽ ലീഗൽ അഡ്വൈസോ ഒന്നുമല്ല. ജസ്റ്റ് കൺസിഡർ ദിസ് ആസ് ജസ്റ്റ് എ ജനറൽ ഇൻഫർമേഷൻ. നിങ്ങൾക്ക് ഫിനാൻഷ്യൽ അഡ്വൈസിന് നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസറിയോ മോർഗേജ് ബ്രോക്കർ അക്കൗണ്ടൻ്റ് അവരോട് സംസാരിക്കാം. ഓക്കെ, ആദ്യം എന്താണ് നെഗറ്റീവ് ഗിയറിംഗ്? നെഗറ്റീവ് ഗിയറിംഗ് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടിയിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുന്ന റെൻറ്റിനേക്കാൾ കൂടുതലാണ് ആ പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യാനുള്ള കോസ്റ്റ് എങ്കിൽ അതിനെയാണ് നെഗറ്റീവ് ഗിയറിംഗ് എന്ന് പറയുക. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടിയിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുന്ന റെൻറ്റ് $30,000 ആണെന്ന് വിചാരിക്കുക ഒരു വർഷം. നിങ്ങൾക്ക് അതിൻ്റെ ലോണ്, ഇൻട്രസ്റ്റ്, കൗൺസിൽ റേറ്റ്, ഇൻഷുറൻസ് റേറ്റ്, പ്രോപ്പർട്ടി മാനേജ്മെൻറ്റ് ഫീസ്, മെയിൻ്റനൻസ് എല്ലാം കൂടെ എക്സ്പെൻസ് 40,000 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന റെൻ്റൽ ഇൻകം 30,000ഉം നിങ്ങളുടെ എക്സ്പെൻസ് 40,000ഉം. അപ്പോൾ നിങ്ങൾക്കൊരു 10,000 അവിടെ ഗ്യാപ്പ് വന്നു, ലോസ് വന്നു. ഇതിനെയാണ് നെഗറ്റീവ് ഗിയറിംഗ് എന്ന് പറയുക. ഇതുവരെ ഓസ്ട്രേലിയയിൽ പല ഇൻവെസ്റ്റേഴ്സിനും ഈ ലോസ് അവരുടെ ഇൻകത്തിൽ നിന്നും ഡിഡക്റ്റ് ചെയ്യാൻ കഴിയുമായിരുന്നു. അതായത് ടാക്സ് ഡിഡക്ഷൻ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ടാക്സ് റിട്ടേൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വരുന്ന ലോസിൻ്റെ ഒരു പെർസെൻറ്റേജ് നിങ്ങളുടെ ടാക്സ് ബ്രാക്കറ്റിനനുസരിച്ചുള്ള ഒരു സെർട്ടൈൻ എമൗണ്ട് നമുക്ക് ഗവൺമെൻറ്റിൽ നിന്ന് നെഗറ്റീവ് ഗിയറിംഗിലായിട്ട് തിരിച്ചു കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ സിമ്പിളായി പറഞ്ഞാൽ നെഗറ്റീവ് ഗിയറിംഗ് ചില ഇൻവെസ്റ്റേഴ്സിനെ ഷോർട്ട് ടൈം ക്യാഷ് ഫ്ലോ ലോസ് മാനേജ് ചെയ്യാൻ സഹായിച്ചിരുന്നു. അതേപോലെ ലോങ് ടൈം ഗ്രോത്ത് പ്രതീക്ഷിച്ചുകൊണ്ട് പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യാൻ ഇത് സഹായിക്കും. പക്ഷേ ഇതാണ് പലരും പറയുന്ന പ്രോബ്ലം. ഇൻവെസ്റ്റേഴ്സിന് ടാക്സ് അഡ്വാൻറ്റേജ് കിട്ടുമ്പോൾ അവർ ഫസ്റ്റ് ഹോം ബയേഴ്സിനൊപ്പം എസ്റ്റാബ്ലിഷ്ഡ് ഹോം വാങ്ങിക്കാൻ കോമ്പീറ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഒരു മാർക്കറ്റിൽ ഒരു എസ്റ്റാബ്ലിഷ് ഹോം വിൽക്കാൻ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഫസ്റ്റ് ഹോം ബയേഴ്സും ആ പ്രോപ്പർട്ടി വാങ്ങിക്കാനുണ്ടാവും, അതേപോലെ ഇൻവെസ്റ്റേഴ്സും വാങ്ങിക്കാനുണ്ടാവും. അപ്പോൾ ഇൻവെസ്റ്റേഴ്സ് ആ പ്രോപ്പർട്ടിക്ക് കൂടുതൽ വാല്യൂ കൊടുക്കും. അപ്പോൾ സംഭവിക്കുന്നത് ഫസ്റ്റ് ഹോം ബയേഴ്സിന് ആ പ്രോപ്പർട്ടി അഫോർഡ് ചെയ്യാൻ പറ്റാത്ത വരും. കാരണം മാർക്കറ്റിൽ വാല്യൂ കൂടും അവിടെ കോമ്പറ്റീഷൻ വരുമ്പോൾ. ബഡ്ജറ്റിൽ എന്താണ് മാറ്റം വന്നത്? ഇപ്പോൾ ലേറ്റസ്റ്റ് ബഡ്ജറ്റ് നോക്കാം. ബഡ്ജറ്റ് അനൗൺസ്മെൻറ്റും മേജർ ന്യൂസ് റിപ്പോർട്ടും അനുസരിച്ച് ഗവൺമെൻറ് നെഗറ്റീവ് ഗിയറിംഗ് ബെനിഫിറ്റ് ഇനി പ്രധാനമായും പുതിയ പ്രോപ്പർട്ടികളിലേക്ക് മാത്രം ലിമിറ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതായത് ഈ നെഗറ്റീവ് ഗിയറിംഗ് ഒരു പുതിയ പ്രോപ്പർട്ടി വാങ്ങിച്ചാൽ മാത്രമാണ് കിട്ടുന്നുള്ളൂ. പ്രധാന പോയിൻ്റ് ഇതാണ്: ബഡ്ജറ്റ് നൈറ്റ് കട്ട് ഓഫിന് ശേഷം ഒരു ഇൻവെസ്റ്റർ എസ്റ്റാബ്ലിഷ്ഡ് റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി വാങ്ങിയാൽ ആ പ്രോപ്പർട്ടിയിൽ ഉണ്ടാകുന്ന റെൻ്റൽ ലോസ് പഴയ രീതിയിൽ ഡിഡക്റ്റ് ചെയ്യാൻ സാധിക്കില്ല സാലറിയിൽ നിന്ന്. അതായത് എസ്റ്റാബ്ലിഷ്ഡ് പ്രോപ്പർട്ടിയുടെ ലോസ് റെൻ്റൽ ഇൻകത്തിനോടും പ്രോപ്പർട്ടി റിലേറ്റഡ് ക്യാപിറ്റൽ ഗെയിൻ ടാക്സിനോടും മാത്രമേ ഓഫ്സെറ്റ് ചെയ്യാൻ കഴിയൂ. ഉപയോഗിക്കാത്ത ലോസ് ഫ്യൂച്ചർ ഇയേഴ്സിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാനും കഴിയും. ഇപ്പോൾ ഓൾറെഡി ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി ഉള്ള ആളുകൾക്ക് വലിയ പേനിക്കാവേണ്ടതില്ല. അപ്പോൾ നിങ്ങൾക്കൊരു എസ്റ്റാബ്ലിഷ്ഡ് പ്രോപ്പർട്ടി ഉള്ള ആളുകളാണെങ്കിൽ നിങ്ങളെ ഇത് ബാധിക്കില്ല. ബഡ്ജറ്റ് നൈറ്റ് കട്ട് ഓഫിന് മുമ്പേ വാങ്ങിയ
എക്സിസ്റ്റിംഗ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി ജനറലി ഗ്രാൻഡ് ഫാദേർഡ് ആണ്. അതായത് ഈ പ്രോപ്പർട്ടി സെല്ല് ചെയ്യുന്നതുവരെ കറൻറ്റ് റൂൾസ് കണ്ടിന്യൂ ചെയ്യാൻ എക്സെപ്ഷൻ ഉണ്ട്. ന്യൂ ബിൽഡിന് ട്രീറ്റ്മെൻറ്റ് വ്യത്യസ്തമാണ്. ഗവൺമെൻറ്റിൻ്റെ ലക്ഷ്യം ഇൻവെസ്റ്റേഴ്സ് എക്സിസ്റ്റിംഗ് ഹോമിൽ മാത്രം കോമ്പീറ്റ് ചെയ്യുന്നതിന് പകരം ന്യൂ ഹോം സപ്ലൈയിലേക്ക് കൂടുതൽ ഫണ്ട് വരണമെന്നതാണ് ഗവൺമെൻറ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് എലിജിബിൾ ന്യൂ ബിൽഡിങ്സിന് നെഗറ്റീവ് ഗിയറിംഗ് ബെനിഫിറ്റ്സ് കൂടുതൽ ഫേവറബിളായി തുടരുമെന്നാണ് കറൻറ്റ് അപ്ഡേറ്റ്. അതായത് പുതിയ വീട് വാങ്ങിക്കുന്നവർക്ക് ഈ ബെനിഫിറ്റ് കിട്ടും. ഗവൺമെൻറ്റിന് കൂടുതൽ ആളുകൾ പുതിയ പ്രോപ്പർട്ടിയിൽ വാങ്ങിക്കാൻ മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ലക്ഷ്യം. ക്യാപിറ്റൽ ഗെയിൻ ടാക്സിലും മാറ്റം വരുന്നുണ്ട്. ജൂലൈ 2027 മുതൽ കറൻറ്റ് 50% ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ഡിസ്കൗണ്ടിന് പകരം അത് ഇൻഡെക്സേഷനും മിനിമം 30% ടാക്സും വരാനാണ് പ്രപ്പോസൽ. അപ്പോൾ ഫാമിലി ഹോം, അതായത് മെയിൻ റെസിഡൻസ് ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് എക്സെപ്ഷൻ തന്നെ തുടരും. അതായത് നിങ്ങളുടെ പ്രൈമറി ഹോമിനെ സംബന്ധിച്ചിടത്തോളം ക്യാപിറ്റൽ ഗെയിൻ ടാക്സിൻ്റെ പ്രശ്നം വരുന്നില്ല. അത് ഓൺലി ഫോർ ഇൻവെസ്റ്റ്മെൻറ്റിനാണ്. അതുകൊണ്ട് ബിഗ് മെസ്സേജ് ഇതാണ്: ഗവൺമെൻറ് ഇൻവെസ്റ്റർ ഡിമാൻഡ് എക്സിസ്റ്റിംഗ് ഹോമിൽ നിന്നും ന്യൂ ഹൗസ് സപ്ലൈയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. ഇതാണ് അതിൻ്റെ ഫണ്ടമെൻ്റൽ. ഗവൺമെൻറ്റിന് പുതിയ പ്രോപ്പർട്ടി വാങ്ങിക്കാൻ കൂടുതൽ ആളുകൾ വേണം. അതിനുള്ള ഒരു മാറ്റങ്ങളാണ് അവർ ചെയ്തു വരുന്നത്. ഇത് ഇൻവെസ്റ്റേഴ്സിനെ എങ്ങനെ ബാധിക്കും? ഇപ്പോൾ ഇൻവെസ്റ്റേഴ്സിനെ കുറിച്ച് നമുക്ക് നോക്കാം. നിങ്ങൾ ഓൾറെഡി ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ നിങ്ങൾ ഹെഡ്ലൈൻ കണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. കറണ്ട് ഇൻഫോർമേഷൻ അനുസരിച്ച് എക്സിസ്റ്റിംഗ് പ്രോപ്പർട്ടീസ് ജനറലി ഗ്രാൻഡ് ഫാദർഡ് ആണ്. പക്ഷേ പുതിയ ഇൻവെസ്റ്റേഴ്സിന്, പ്രത്യേകിച്ചും എസ്റ്റാബ്ലിഷ്ഡ് പ്രോപ്പർട്ടി വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് സ്ട്രാറ്റജിയിലൊന്നും മാറ്റം വരുത്തേണ്ടി വരും. മുമ്പ് ചില ഇൻവെസ്റ്റേഴ്സ് നെഗറ്റീവ് ക്യാഷ് ഫ്ലോ ഉള്ള പ്രോപ്പർട്ടി വാങ്ങാൻ കംഫർട്ടബിൾ ആയിരുന്നു. കാരണം ടാക്സ് ബെനിഫിറ്റ് ആ ലോസ് മാനേജ് ചെയ്യാൻ സഹായിച്ചു. ഇനി എസ്റ്റാബ്ലിഷ്ഡ് പ്രോപ്പർട്ടിയിലേക്ക് ആ ബെനിഫിറ്റ് ലിമിറ്റ് ചെയ്താൽ പ്രോപ്പർട്ടി വാങ്ങുന്നതിന് മുമ്പ് നമ്പേഴ്സ് കൂടുതൽ കെയർഫുള്ളായി ചെക്ക് ചെയ്യും. കാരണം ഇനി ഇൻവെസ്റ്റേഴ്സ് ഫണ്ടമെൻ്റൽ കൂടുതൽ ശ്രദ്ധിച്ച് വേണം പ്രോപ്പർട്ടി വാങ്ങിക്കാനായിട്ട്. കാരണം നിങ്ങളൊരു പ്രോപ്പർട്ടി വാങ്ങിക്കുമ്പോൾ നിങ്ങൾ ആ ഏരിയയിലെ റെൻ്റൽ ഡിമാൻഡ്, വേക്കൻസി റേറ്റ്, പോപ്പുലേഷൻ ഗ്രോത്ത്, ഇൻഫ്രാസ്ട്രക്ചർ, എംപ്ലോയ്മെൻറ്റ്, ലാൻഡ് സപ്ലൈ, ലോങ് ടേം ഡിമാൻഡ്, ഈ നമ്പേഴ്സ് എല്ലാം നോക്കിയിട്ട് വേണം നിങ്ങൾ ഡിസിഷൻ എടുക്കാനായിട്ട്. ഈ ചേഞ്ച് ഇൻവെസ്റ്റേഴ്സിനെ ന്യൂ ബിൽഡ്, ഹൗസ് ആൻഡ് ലാൻഡ് പാക്കേജ്, ടൗൺ ഹൗസസ്, ഡുപ്ലെക്സ്, ന്യൂ ഹൗസിംഗ് സപ്ലൈയുള്ള ഗ്രോത്ത് കോർട്ടേഴ്സ് എന്നിവയിലേക്ക് പുഷ് ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷേ ഒരു പ്രോപ്പർട്ടി പുതിയതാണെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം അത് നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി ആകണമെന്നില്ല. ശരിയായ ചോദ്യം നെഗറ്റീവ് ഗിയറിംഗ് കിട്ടുമോ ഇല്ലയോ എന്നുള്ളതല്ല. ശരിയായ ചോദ്യം എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു നല്ലൊരു ഇൻവെസ്റ്റർ ആണെങ്കിൽ നിങ്ങൾ നോക്കേണ്ടത് ആ പ്രോപ്പർട്ടി റൈറ്റ് ലൊക്കേഷനിലാണോ, ലോങ് ടൈം ഗ്രോത്ത് വാല്യൂ ഉണ്ടാവുന്നതാണോ, സസ്റ്റൈനബിൾ ക്യാഷ് ഫ്ലോ ഉണ്ടാവുന്നൊരു പ്രോപ്പർട്ടിയാണോ എന്നുള്ള ഡാറ്റാസ് നോക്കിയിട്ട് വേണം നിങ്ങൾ ഇനി പ്രോപ്പർട്ടി വാങ്ങിക്കാൻ. ഫസ്റ്റ് ഹോം ബയേഴ്സിന് ഇതെങ്ങനെ ബാധിക്കും? ഫസ്റ്റ് ഹോം ബയേഴ്സിന് ചില ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതായത് ഇൻവെസ്റ്റേഴ്സ് എസ്റ്റാബ്ലിഷ്ഡ് പ്രോപ്പർട്ടി മാർക്കറ്റിൽ ലെസ് ആക്ടിവിറ്റി ആവുകയാണെങ്കിൽ, അതായത് ഇപ്പോൾ ഈ ടാക്സ് ഡിഡക്ഷൻ, അതായത് നെഗറ്റീവ് ഗിയറിംഗ് ഒഴിവായി കഴിഞ്ഞാൽ എസ്റ്റാബ്ലിഷ്ഡ് ഹോമിന് കോമ്പറ്റീഷൻ കുറച്ച് കുറയും. അപ്പോൾ ഫസ്റ്റ് ഹോം ബയേഴ്സിന് നിങ്ങൾക്ക് എസ്റ്റാബ്ലിഷ്ഡ് ഹോം വാങ്ങിക്കാൻ കുറച്ചും കൂടി മാർക്കറ്റിൽ എളുപ്പമായിരിക്കും. കോമ്പറ്റീഷൻ ചെറുതായിട്ടൊന്ന് കുറയും. പക്ഷേ ഫസ്റ്റ് ഹോം ബയേഴ്സ് പ്രൈസ് ഉടനെ ക്രാഷ് ആവും എന്ന് അസ്യൂം ചെയ്ത് വെയിറ്റ് ചെയ്യുന്നത് തെറ്റാണ്. ഓസ്ട്രേലിയയിൽ ഇപ്പോഴും സ്ട്രോങ് സപ്ലൈ ഷോർട്ടേജ് ഉണ്ട്. പോപ്പുലേഷൻ ഗ്രോത്ത് നല്ല രീതിയിലുണ്ട്. കൺസ്ട്രക്ഷൻ കോസ്റ്റും കൂടുതലാണ്. പല നല്ല ലൊക്കേഷനിലും ലിമിറ്റഡ് ലാൻഡ്സ് മാത്രമേ അവൈലബിൾ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രൈസ് കുറയും എന്ന് കരുതി വെയിറ്റ് ചെയ്യുന്നത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഹോം ബയേഴ്സ് ആണെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ലോൺ പ്രീ അപ്രൂവൽ റെഡിയാക്കുക, ഡെപ്പോസിറ്റ് പ്ലാൻ ചെയ്യുക, ടാർഗറ്റ് സബബ് എവിടെ വാങ്ങിക്കണം എന്നുള്ളത് തീരുമാനിക്കുക, എന്നിട്ട് മാർക്കറ്റ് വാല്യൂ മനസ്സിലാക്കുക, എന്നിട്ട് റൈറ്റ് പ്രോപ്പർട്ടി വാങ്ങിക്കാനുള്ള ഡിസിഷൻ പെട്ടെന്ന് എടുക്കുക. അതിന് വേണ്ടിയിട്ട് പ്രിപ്പറേഷൻ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് ഹോം ബയേഴ്സ് ചെയ്യേണ്ടത്. ഇനി റെൻറ്റ് ചെയ്യുന്ന ആൾക്കാർ, ഇപ്പോൾ റെൻറ്റിനെ കുറിച്ച് പറയാം. ഈ ഭാഗത്ത് ഡിബേറ്റ് ഏറ്റവും ഇമോഷണൽ ആവുന്നത് പ്രോപ്പർട്ടി ഇൻഡസ്ട്രിയിൽ ചിലർ പറയുന്നു ഇൻവെസ്റ്റേഴ്സ് എസ്റ്റാബ്ലിഷ്ഡ് ഹൗസിംഗ് മാർക്കറ്റിൽ നിന്നും പിന്മാറിയാൽ റെൻ്റൽ പ്രോപ്പർട്ടീസ് കുറയും, അതുകൊണ്ട് റെൻറ്റേഴ്സ് കൂടാം എന്നാണ് പറയുന്നത്.
ഗവൺമെൻറ് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റാണ്. ഇൻവെസ്റ്റേഴ്സ് ന്യൂ ബിൽഡിലേക്ക് മാറിയാൽ ന്യൂ ഹൗസിംഗ് സപ്ലൈ ഇൻക്രീസ് ചെയ്യും, ലോങ് ടേമിൽ റെൻറ്റ് പ്രഷർ കുറയാൻ സാധ്യത ഉണ്ട് എന്നാണ് ഗവൺമെൻറ്റിൻ്റെ ആർഗ്യുമെൻറ്റ്. അതിലാരാണ് ശരിയെന്ന് ചോദിച്ചാൽ ഹോണസ്റ്റ് ആൻസർ ഇതാണ്: ടൈമിങ്ങും ലൊക്കേഷനും അനുസരിച്ചിരിക്കും ഈ കാര്യങ്ങൾ. അതായത് ഏത് ലൊക്കേഷനിലാണ്, എവിടെയാണ് എന്നുള്ളത് അനുസരിച്ചിരിക്കും അതിൻ്റെ ഒരു ആൻസർ. ഇപ്പോൾ ഷോർട്ട് ടൈമിൽ ചില ഇൻവെസ്റ്റേഴ്സ് സെല്ല് ചെയ്യുകയോ ന്യൂ ഇൻവെസ്റ്റേഴ്സ് എസ്റ്റാബ്ലിഷ് റെൻ്റൽ പ്രോപ്പർട്ടീസ് വാങ്ങുന്നതും കുറയുകയോ ചെയ്താൽ ചില സബർബിൽ റെൻറ്റ് പ്രഷർ ഹൈ ആയി തുടർന്നേക്കാം. ലോങ് ടൈമിൽ ഇൻവെസ്റ്റേഴ്സ് കൂടുതൽ ന്യൂ ഹൗസിംഗ് കൺസ്ട്രക്ഷനിലേക്ക് മാറുകയാണെങ്കിൽ സപ്ലൈ കൂടുകയും റെൻറ്റ് പ്രഷർ കുറയാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് റെൻറ്റ് ഇമ്പാക്റ്റ് ഓസ്ട്രേലിയയിൽ മുഴുവൻ ഒരേപോലെ ആയിരിക്കില്ല. ഇന്നർ സിറ്റിയിൽ അപ്പാർട്ട്മെൻറ്റ്, റീജിയണൽ ഹൗസ്, ന്യൂ എസ്റ്റേറ്റ്സ്, എസ്റ്റാബ്ലിഷ്ഡ് ഫാമിലി സബർബ്സ്, ഓരോ മാർക്കറ്റിനും ഡിഫറെൻറ്റ് റിയാക്ഷൻ ആയിരിക്കും. അതുകൊണ്ട് അത് ഓരോ ഏരിയയിലും ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും ഉണ്ടായിരിക്കുക റെൻ്റൽ ഡിമാൻഡിൻ്റെ കാര്യത്തിൽ. ഇനി വരും മാസങ്ങളിൽ ഹൗസിൻ്റെ പ്രൈസിന് എന്ത് സംഭവിക്കും എന്നുള്ളതിനെക്കുറിച്ച് നോക്കാം. ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്ന മെയിൻ ക്വസ്റ്റ്യൻ വീടിൻ്റെ വില കുറയുമോ എന്നുള്ളതാണ്. എൻ്റെ ഒരു വ്യൂ സിമ്പിളാണ്. ഏറ്റവും ലൈക്ലി ഇമ്പാക്റ്റ് ചില മാർക്കറ്റിൽ പ്രൈസിൻ്റെ ഗ്രോത്ത് സ്ലോ ആകും എന്നതാണ്. ഓസ്ട്രേലിയയിൽ മുഴുവൻ ഇമ്മീഡിയറ്റ് ക്രാഷ് ഉണ്ടാവുന്നല്ല, ചില ഏരിയയിൽ അവിടുത്തെ സപ്ലൈയും ഡിമാൻഡും അനുസരിച്ച് ചെറുതായിട്ടൊന്ന് സ്ലോ ആവാൻ സാധ്യതയുണ്ട്. ഇൻവെസ്റ്റർ ഹെവി മാർക്കറ്റിൽ കൂടുതൽ പ്രഷർ കാണാം. അതായത് ടാക്സ് ഡിഡക്ഷനെ ആശ്രയിച്ചാണ് ടാക്സ് ഡിഡക്ഷൻ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് പ്രോപ്പർട്ടി വാങ്ങിച്ചിരുന്ന ആളുകൾ അവർ കുറച്ചൊന്ന് പിന്നിലേക്ക് നിൽക്കും. അവർക്ക് ചില സെല്ലേഴ്സ് പ്രൈസ് എക്സ്പെക്റ്റേഷൻ അഡ്ജസ്റ്റ്, ചില ആളുകൾ ഇതുപോലത്തെ ഏരിയയിൽ പ്രോപ്പർട്ടിയുടെ പ്രൈസ് അവർ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും, കുറച്ച് കുറയ്ക്കേണ്ടി വരും. പക്ഷേ ഹൈ ക്വാളിറ്റി ഓണർ ഓക്യുപ്പൈഡ് മാർക്കറ്റ് സ്ട്രോങ് ആയി തന്നെ തുടരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മൾ ഓരോ ഏരിയയിൽ പ്രോപ്പർട്ടി വാങ്ങിക്കുമ്പോൾ അവിടുത്തെ റെൻറ്റേഴ്സ്/ഓണേഴ്സ് റേഷ്യോ, ഇപ്പോൾ ഓണർ ഓക്യുപ്പയർ കൂടുതലുള്ള ഏരിയ ആണെന്നുണ്ടെങ്കിൽ അവിടെ സ്റ്റിൽ മാർക്കറ്റ് സ്ട്രോങ് ആയിരിക്കും. കാരണം അവിടെ ഫസ്റ്റ് ഹോം ബയേഴ്സ് അല്ലെങ്കിൽ ഓണർ ഓക്യുപ്പയേഴ്സ് മാർക്കറ്റ് സ്ട്രോങ് ആയതുകൊണ്ട്. ഇതോടൊപ്പം ഇൻട്രസ്റ്റ് റേറ്റ്, ബോറോയിങ് കപ്പാസിറ്റി, ഇമിഗ്രേഷൻ, വേജ് ഗ്രോത്ത്, കൺസ്ട്രക്ഷൻ കോസ്റ്റ്, ഹൗസിംഗ് സപ്ലൈ ഇവയും ഹൗസ് പ്രൈസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വരും മാസങ്ങളിൽ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന 3 കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, മീഡിയ ഇതിനെക്കുറിച്ചായിരിക്കും ഇനി കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുക. ടാക്സ് റൂൾസ് ചേഞ്ച് ആകുമ്പോൾ മാർക്കറ്റിലൊരു അൺസർട്ടനിറ്റി സാധാരണമാണ്. അതാണ് ഒന്നാമത്തെ കാര്യം. 2, ഇൻവെസ്റ്റേഴ്സ് കൂടുതൽ സെലക്റ്റീവ് ആകും. എസ്റ്റാബ്ലിഷ്ഡ് പ്രോപ്പർട്ടി വാങ്ങണോ ന്യൂ ബിൽഡ് വാങ്ങണോ എന്ന് കൂടുതൽ കമ്പയർ ചെയ്യും. 3-ാമത്തെ കാര്യം, ഫസ്റ്റ് ഹോം ബയേഴ്സിന് ചില ഏരിയയിൽ ഓപ്പർച്യൂണിറ്റി കിട്ടാം. ഈ സമയത്ത് ഇപ്പോൾ പല ആളുകളും ഫസ്റ്റ് ഹോം ബയേഴ്സ് പ്രോപ്പർട്ടി വാങ്ങിക്കാൻ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, കാരണം കോമ്പറ്റീഷൻ കൂടുതലുള്ള കാരണം. അപ്പോൾ അവർക്ക് ഫസ്റ്റ് ഹോം ബയേഴ്സിന് മാർക്കറ്റിൽ ഇറങ്ങാൻ കുറച്ചുകൂടി ഫേവറബിൾ ആയിട്ടുള്ള സമയമായിരിക്കും. ഇത് ശരിക്കും പറയുകയാണെങ്കിൽ ഇതൊരു പാനിക്കാവേണ്ട കാര്യമില്ല. നമ്മൾ കാര്യങ്ങൾ അനലൈസ് ചെയ്തൊരു തീരുമാനം എടുക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇനി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ എക്സിസ്റ്റിംഗ് ഇൻവെസ്റ്റേഴ്സിനാണെങ്കിൽ പോർട്ട്ഫോളിയോ റിവ്യൂ ചെയ്യുക. ഹെഡ്ലൈൻസ് കേട്ടിട്ട് പ്രോപ്പർട്ടി സെല്ല് ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിക്കേണ്ട കാര്യമില്ല. ക്യാഷ് ഫ്ലോ, ടാക്സ് പൊസിഷൻ, ലോൺ സ്ട്രക്ചർ, റെൻറ്റ്, ഇക്വിറ്റി, ലോങ് ടേം സ്ട്രാറ്റജി എല്ലാം നിങ്ങളൊന്ന് റിവ്യൂ ചെയ്യണം. നിങ്ങൾ നെക്സ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി വാങ്ങാൻ പ്ലാൻ ചെയ്യുന്ന ആളാണെങ്കിൽ ന്യൂ റൂൾസ് അനുസരിച്ച് നമ്പേഴ്സ് നോക്കി വളരെ സെലക്റ്റീവായിട്ട് വേണം നിങ്ങൾ പ്രോപ്പർട്ടി വാങ്ങിക്കാൻ. നിങ്ങൾ നെഗറ്റീവ് ഗിയറിങ് അല്ലെങ്കിൽ ടാക്സ് റിട്ടേൺസ് കിട്ടുന്നില്ല, അപ്പോൾ നിങ്ങൾ വളരെ സെലക്റ്റീവായിട്ട് വേണം നിങ്ങളുടെ പ്രോപ്പർട്ടി വാങ്ങിക്കാനായിട്ട്. നിങ്ങളൊരു ഫസ്റ്റ് ഹോം ബയേഴ്സ് ആണെങ്കിൽ ഇതൊരു ഓപ്പർച്യൂണിറ്റി വിൻഡോ ആണ്. നിങ്ങൾ പെട്ടെന്ന് ഫിനാൻസ് റെഡിയാക്കുക, എവിടെ പ്രോപ്പർട്ടി വാങ്ങിക്കാനുള്ള തീരുമാനം എടുക്കുക, ബോറോയിങ് കപ്പാസിറ്റി, എല്ലാ കാര്യങ്ങളും റെഡിയാക്കിയിട്ട് പ്രോപ്പർട്ടി വാങ്ങിക്കുന്നതിനെക്കുറിച്ച് പെട്ടെന്ന് ഡിസിഷൻ എടുത്ത് മുന്നോട്ട് പോവാം. ഓക്കെ, അപ്പോൾ അതിനകത്ത് മെയിൻ ലെസൺ എന്ന് പറഞ്ഞത് റൂൾസ് ചേഞ്ച് ആകുന്നു, പക്ഷേ ഗുഡ് പ്രോപ്പർട്ടി ഇൻവെസ്റ്റിങ്ങിൻ്റെ ഫണ്ടമെൻ്റൽസ് ചേഞ്ച് ആകുന്നില്ല. അപ്പോൾ നിങ്ങൾ പ്രോപ്പർട്ടി വാങ്ങിക്കുമ്പോൾ ഗുഡ് ലൊക്കേഷൻ, സ്ട്രോങ് ഡിമാൻഡ്, ലിമിറ്റഡ് സപ്ലൈ, ക്യാഷ് ഫ്ലോ പ്ലാനിങ്, ലോങ് ടേം മൈൻഡ് സെറ്റ് ഇവ എപ്പോഴും പ്രധാനമാണ്. നിങ്ങളിതെല്ലാം നോക്കിയിട്ട് വേണം ഡിസിഷൻ എടുക്കാൻ. അപ്പോൾ നെഗറ്റീവ് ഗിയറിങ് ചേഞ്ചസ് ചില എസ്റ്റാബ്ലിഷ്ഡ് പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റർ ഡിമാൻഡ് കുറയ്ക്കാനും
ഫസ്റ്റ് ഹോം ബയേഴ്സിന് ചില ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാനും സാധ്യതയുണ്ട്. പക്ഷേ അത് ഓസ്ട്രേലിയ പ്രോപ്പർട്ടി മാർക്കറ്റിനെ ക്രാഷ് ചെയ്യും എന്നർത്ഥമില്ല. ആരാണ് ഇവിടെ ജയിക്കുക എന്ന് വെച്ചാൽ, ഈ നിയമങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് റൈറ്റ് സ്ട്രാറ്റജി ഫോളോ ചെയ്ത് റൈറ്റ് ഡിസിഷൻ എടുക്കുന്ന ആളുകൾ വിന്നേഴ്സ് ആയിരിക്കും. അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓസ്ട്രേലിയയിൽ പ്രോപ്പർട്ടി വാങ്ങാൻ പ്ലാൻ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഇത് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള സിമ്പിൾ പ്രോപ്പർട്ടി ഇൻവെസ്റ്റ്മെൻറ്റ് അപ്ഡേറ്റ്സിനായിട്ട് എൻ്റെ ചാനൽ ഫോളോ ചെയ്യാം. നിങ്ങൾക്ക് ഫസ്റ്റ് ഹോം വാങ്ങാനോ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി സ്ട്രാറ്റജി പ്ലാൻ ചെയ്യാനോ എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ ഫീൽ ഫ്രീ ടു കോൺടാക്ട് മീ. ഐ എം സുദേശ്, വർക്കിംഗ് ആസ് എ ബയേഴ്സ് ഏജൻറ്റ്. ഐ ഹെൽപ്പ് busy professionals like you grow wealth through real estate. Thank you for watching my video. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.